നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കാസ്റ്റിംഗ് കൗച്ച് ആണല്ലോ ഇവിടുത്തെ വിഷയം. ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു വിഷയം അങ്ങനെ വെറുതെ വന്നിരുന്നിട്ട് എല്ലാ സ്ത്രീകളും അങ്ങനെയാണ്, അവരങ്ങനെയാണ് അതിൽ കയറിയത് എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. കാരണം അതിൽ എത്രത്തോളം സ്ത്രീകളാണ് കണ്ടസ്റ്റൻസ് ആയിട്ട് വന്നു പോയിട്ടുള്ളത്. അവരെ എല്ലാം മാനം കെടുത്തുന്ന തരത്തിലുള്ള ഒരു ആരോപണമല്ല, അത്തരത്തിൽ വേഗമായിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു വിഷയമാണ്. എന്തിനാ ആരോപണം ഈ ഘട്ടത്തിൽ ഈ ഒരു നിമിഷം ഉന്നയിച്ചു എന്നുള്ള വലിയ ചോദ്യമോടെ നിൽക്കുന്നുണ്ട്. അതിൽ പങ്കെടുത്ത ഈ പറയുന്ന മത്സരാർത്ഥിക്കൊപ്പം തന്നെ ആ ഷോയിൽ മത്സരിച്ച് ജയിച്ച് ഫൈനലിസ്റ്റ് ആയ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ശോഭയെ വളരെ വലിയ രീതിയിൽ ഈ വിഷയം ഇപ്പോൾ ബാധിക്കുന്നുണ്ട്. സൈബർ ഇടങ്ങളിൽ വലിയ ആക്രമണം നേടുന്നുണ്ട്. അതോടൊപ്പം ശോഭ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ അത് ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവിനെ മികവിനെ ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയം തന്നെയല്ലേ ഇത്? ഞാനിപ്പോ ഇന്ന് വന്നതും അതേ കാരണം കൊണ്ടാണ്. ഇതിപ്പം ഒന്നാമത്തെ ദിവസം ഈ വീഡിയോ ഇട്ടപ്പോൾ അതിനെ ഇഗ്നോർ ചെയ്തു. രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കൂടെ മത്സരിച്ച ഓരോ സ്ത്രീ കണ്ടസ്റ്റൻസിനും, എൻ്റെ കൂടെ മാത്രമല്ല സീസൺ 5 മുതൽ സീസൺ 6 വരെ എന്താ കണ്ടസ്റ്റ് ചെയ്ത് കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതായത് ഞാൻ ഈ ഷോയിലേക്ക് വന്ന അപ്പം തുടങ്ങുമ്പോൾ ഞാൻ അതിവിടെ നിന്ന് തുടങ്ങണമല്ലോ, ഞാൻ എങ്ങനെയാണ് ഈ ഷോയിലേക്ക് വന്നതെന്നുള്ളത്. അതായത് അറിയായിരിക്കും ഒരുവിധം കേരളത്തിൽ ഇപ്പം ഞാൻ 13 years ആയിട്ട് ഒരു സോഷ്യൽ ഓൺടർപ്രണർ ആണ്, ഒരു സെലിബ്രിറ്റി ഡിസൈനർ ആണ്, ഒരു ചൈൽഡ് ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ 13 years ആയിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച് വരുന്ന ഞാനാണ്. അത് മാത്രമല്ല, എന്നെ ഷോയിലേക്ക് കൊണ്ടുവരാൻ തന്നെ കാര്യം, ഞാൻ ഫൈറ്റ് ചെയ്ത് ഒരു കേസിൽ നിന്ന് പുറത്തിറങ്ങി സ്ട്രോങ് ആയിട്ട് വന്ന് സംസാരിച്ച് ഇന്നസെൻസ് പ്രൂവ് ചെയ്തതിൻ്റെ ഒരു കാരണം കൊണ്ടായിരിക്കാം എന്നെ ഈ ഷോയിലേക്ക് ഇങ്ങോട്ടേക്ക് ഏഷ്യാനെറ്റ് ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പോൾ അത്രയ്ക്ക് ഓൾ ഡ്യൂ റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് എന്നെ ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതും. അത് എന്നെ കഴിഞ്ഞ സീസണിലല്ല ഇൻവൈറ്റ് ചെയ്തത്, അതിന് മുമ്പിലത്തെ സീസണിലാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അതായത് ഈ ഇൻ്റർവ്യൂ പ്രോസസ്സ് നിങ്ങൾ ആലോചിക്കണം, ഇത് ഏഷ്യാനെറ്റ് മാത്രം ചെയ്യുന്ന ഒരു സംവിധാനം അല്ല. ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എൻഡമോൾ ഷൈൻ എന്ന് പറഞ്ഞ സബുചേട്ടൻ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഒരു ബ്രാൻഡ്, ഒരു കോർപ്പറേറ്റ് ആണ് ഇത് ചെയ്യുന്നത്. അതിനെ കൂടെ തന്നെ ഏഷ്യാനെറ്റും ഇപ്പം ഡിസ്നിയും ഹോട്ട്സ്റ്റാറും എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം ഇത്രയും ഒരു നടത്തുന്ന ഒരു പരിപാടി ഇങ്ങനെ ഒരു ബാഡ് എന്ന് വെച്ചാൽ, ബിക്കോസ് ഞാനത് പോയതാണ്, എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവാത്ത ഒരാളാണ്. എൻ്റെ കാര്യമേ എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുള്ളൂ, അത് മറ്റതിലേക്ക് ഞാൻ വരാം. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് എന്താന്ന് പറഞ്ഞാൽ, ഇന്റർവ്യൂവിന് ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിനുശേഷം ഞങ്ങൾക്ക് അല്ലാത്തൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് പാനൽ ഒരു 8-10 പേരുള്ള ഇൻക്ലൂഡിങ് സ്ത്രീകൾ അടങ്ങുന്ന ഉള്ളൊരു ജഡ്ജിങ് പാനലാണ്. അതും ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ സംസാരിക്കുന്ന പോലെ അവിടെ ക്യാമറകൾ ഉണ്ടായിരുന്നു. അതും ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ വലിയൊരു സ്റ്റുഡിയോയ്ക്കകത്താണ് നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ തന്നെ നടത്തുന്നത്. അതിനുശേഷം കോള് വന്നതിന് ശേഷം ഞാൻ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുകയും അതിന് എൻ്റെതായ കാരണങ്ങളുണ്ട്. എനിക്ക് കേസ് നടത്തണമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അത്ര സപ്പോർട്ട് തന്നില്ല. അതിന് അതിൻ്റെതായ കാരണങ്ങൾ. ഒന്ന്, അതുവരെ നമ്മൾ ഈ സീസൺ 5 വരെ അല്ലെങ്കിൽ 4 വരെ ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പം എല്ലാവർക്കും ഒരു അടിപിടി അല്ലെങ്കിൽ ഒരു ടോക്സിസിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറഞ്ഞ ഒരു സൈബർ ബുള്ളിങ് അങ്ങനെയൊക്കെ നടക്കും എന്നുള്ള ഒരു ഇതാണ് എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്ന ഒരു ഇത്. അപ്പൊ എനിക്കത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അത് മാറ്റണം എന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ പോയി അതിൽ എനിക്ക് തെളിയിക്കണം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതല്ല, ഞാൻ എന്തൊരു റെസ്പെക്റ്റോട് കൂടിയാണ് ഞാൻ അതിനകത്ത് കയറുന്നത്. അതിനെയും കാട്ടി കൂടുതൽ ഒരു ഗുഡ് വില്ലോടെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ആ കോൺഫിഡൻസിലൂടെയാണ് ഞാൻ അടുത്ത വർഷം ഞാൻ പോയി കാണിച്ചത്. മനസ്സിലായില്ലേ? പക്ഷെ പോയി കാണിച്ചപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛനും അമ്മയും ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി റൗണ്ടിൽ നിങ്ങൾക്ക് കാണാം എന്തുമാത്രം എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇത്രയും ഒരു പ്രൗഡായിട്ട് ഒരു ഫീലിംഗ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, സന്തോഷം കൊടുക്കാൻ പറ്റില്ല. എൻ്റെ ബ്രദറാണ് അവരെ എയർപോർട്ടിൽ കൊണ്ടാക്കി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു മറുപടി ശോഭയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. കാരണം ഈ പറയുന്ന അഖിൽ മാരാർ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്, അതായത് പെൺകുട്ടികളെ ഒന്നും വീട്ടിൽ നിന്ന് സമ്മതത്തോടെ അയക്കുന്ന ഒരു പ്രോഗ്രാം അല്ല ഇത് എന്നുള്ളത്. ശോഭയുടെ കാര്യം തന്നെ കണ്ടില്ലേ, വീട്ടിൽ പറയാതെ വന്നത് എന്നുള്ള വലിയൊരു ആരോപണമുണ്ട്. അത് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. എന്നിട്ട് പോലും എന്റെ അച്ഛൻ അഖിലിനോട് ലൈക്ക് ഭയങ്കര സ്നേഹത്തോടെയാണ് അച്ഛൻ വന്നത്. എന്റെ മോളുടെ അടുത്തുള്ള സ്നേഹം പോലെയാണ് അഖിലിനോടും പെരുമാറിയത്. അപ്പൊ അഖിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, എന്താ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് എന്റെ അച്ഛൻ അവിടെ പോയി. എന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ആ ഒരു വാക്കുകൾ. അപ്പൊ എന്നിട്ട് പോലും നമ്മൾ അതൊന്നും, ഇപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്ത് പോലും അഖിലിനോട് ഒരു വൈരാഗ്യമോ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ആ സീസണിനകത്ത് വെച്ച് തന്നെ തീർത്ത് നല്ലൊരു
മെസ്സേജ് കൊടുത്ത ഒരു സീസൺ ആണ്. ഇപ്പോഴും ആൾക്കാർ ഇരുന്ന് വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരു സീസൺ ആണ്. സീസൺ 5ന്റെ ഭാഗമാവാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഐ ഫീൽ സോ പ്രൗഡ്. ആ പ്രൗഡ് ഫീലിംഗോട് കൂടിയാണ് എന്റെ സീസണിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ഉറപ്പിച്ച് പറയാം എന്റെ സീസണിന് ഓരോ എന്തോ